ദശമൂലം എന്ന് പറഞ്ഞാൽ 10 ചെടികളുടെ വേരുകളാണ്. കൂവളം, കുമിഴ്, പാതിരി, പലകപ്പയ്യാനി, മുഞ്ഞ, ചെറു ഇതൊക്കെ തുടങ്ങിയുള്ള 10 ചെടികളല്ല മരങ്ങളുടെ വേരുകളാണ്. ഈ വേരുകൾ വേരുകൾ പൗഡർ രൂപത്തിലായിട്ട് കഞ്ഞി ഉണ്ടാക്കിയൊക്കെ, വേരുകളിൽ തന്നെ നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ പൗഡർ രൂപത്തിലാക്കിയിട്ട് അത് ഇതേമാതിരി ഒരു 10 ഗ്രാം എടുത്തിട്ട് സാധാരണ പോലെ നമ്മൾ കഞ്ഞി വയ്ക്കുന്ന പോലെ തന്നെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ദശമൂലം കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം. പിന്നെ പഴയകാലത്ത് ഓരോ രോഗങ്ങൾക്കനുസരിച്ച് ആയുർവേദത്തിൽ ഇപ്പോൾ ചരക സംഹിതയിൽ പറയുന്നുണ്ട്, ഓരോ രോഗത്തിനും ഈ തരത്തിലുള്ള കഞ്ഞി കുടിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്കുള്ളതാണ്. ഇത് നമ്മൾ കർക്കിടകത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും രോഗങ്ങളില്ലാതാക്കാനും വേണ്ടിയിട്ടാണ് കർക്കിടകത്തിൽ ഈ രീതിയിലുള്ള കഞ്ഞികൾ കുടിക്കുന്നത്. അതിനാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്.